ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട വീഡിയോ കാണിച്ചില്ലായിരുന്നു. അന്ന് വൈകിട്ട് നമ്മൾ എളുപ്പം തേങ്ങ കരിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് അതുകൊണ്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഇട്ട് അരച്ചാണ്. അന്നേരം നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കും. അന്നേരം നേരത്തെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എളുപ്പം തേങ്ങ ഇട്ട് അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ചേച്ചി ഒന്ന് കാണിക്കണമെന്നും പറഞ്ഞ്. അന്നേരം നമ്മളന്ന് കരിക്കിടും കേട്ടോ. കരിക്കിടുമ്പോഴത്തേന് അതിൻ്റെ വെള്ളവും അത് പൊട്ടിച്ചിട്ട് അതിനകത്തെ തേങ്ങായോടെ നമ്മളിങ്ങനെ സ്പൂൺ ഇട്ട് തന്നെ എടുത്താൽ മതി. ഇങ്ങനെ പൊട്ടിച്ചിട്ട് എന്നിട്ട് ഇതും കുറച്ച് ചോറും പിന്നെ നമ്മൾ ഇതിൻ്റെ തേങ്ങാ വെള്ളവും കൂടെ അരച്ച് അരിയൂടെ അരച്ചാണ് അപ്പം ഉണ്ടാക്കുന്നത് നാളെ രാവിലത്തേക്ക് കേട്ടോ. അന്നേരം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുവാണ്. ഇപ്പോഴല്ല, നേരത്തെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പവും പാലപ്പവും ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച്. അന്നേരം ഇങ്ങനെ കരിക്ക് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പൂ പോലെയുള്ള അപ്പം എന്നൊക്കെ പറയത്തില്ല, അതുണ്ടാക്കാൻ പറ്റും കേട്ടോ. അന്നേരം ഞാൻ നേരത്തെ തന്നെ ഉച്ചയായപ്പം തന്നെ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കരിക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അരി വെള്ളത്തിൽ ഇടും കേട്ടോ. അന്നേരം നല്ല അപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. എപ്പോഴും ഒന്നും നമ്മളങ്ങനെ കരിക്ക് തേങ്ങ ഇടുമ്പോഴേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ തെങ്ങിന് നല്ല കിളരമുള്ളതാണ് കേട്ടോ, കരിക്കൊന്നും ഇടാൻ പറ്റത്തില്ല. അങ്ങനെ വേണ്ട ഞാൻ കരിക്കും തേങ്ങാവെള്ളവും അതിൻ്റെ ചോറും ഒക്കെ ഇട്ട് അരച്ച് നല്ലവണ്ണം ഒന്ന് ഒരുപാട് വെള്ളമില്ലാതെ ആ കരിക്കും വെള്ളം തന്നെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അതിനകത്തേക്ക് കുതുക്കാനിട്ടിരിക്കുന്ന പച്ചരിയും ആ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകിയാണ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന പച്ചരി, ഞാൻ അങ്ങനെ എടുത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാനിന്ന് ഈസ്റ്റല്ല സോഡാപ്പൊടി ഇട്ടാണ് കലക്കി വെക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം പൊങ്ങി വരും കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ അരി അരച്ച് വെക്കുമ്പം പുളിക്കത്തില്ല. കാരണം ചിലർ ഇങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പുളിക്കാൻ താമസമാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ പുളി വരത്തില്ല, എന്നാലും നല്ല അപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. അന്നേരം ഞാൻ ഈ അരിയെല്ലാം 2 പ്രാവശ്യം അരയ്ക്കാനുള്ള അരിയുണ്ട് കേട്ടോ. അന്നേരം 2 ദിവസത്തേക്കാണല്ലോ നമ്മൾ ഉഴുന്നും അരിയാണേലും അപ്പത്തിനാണേലും ഒക്കെ അരച്ച് വെക്കുന്നത്. അങ്ങനെ ഞാൻ ഈ അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. നമ്മൾ ഈ വെള്ളം തന്നെ ഇട്ട് അരച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ കരിക്കും വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ തേങ്ങാ വെള്ളത്തിലോട്ട് ഈസ്റ്റും പഞ്ചസാരയും കൂടെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം കുറച്ച് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഈസ്റ്റ്, ഒത്തിരി ഈസ്റ്റ് ഇല്ല. തേങ്ങാ വെള്ളത്തിൽ കലക്കി വെച്ചത് എൻ്റെ കയ്യിൽ കുറച്ച് ഈസ്റ്റേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുത്തത് കേട്ടോ. അന്നേരം അത് ഈ വീഡിയോയ്ക്കകത്ത് വന്നിട്ടില്ല, അതെവിടെയോ മിസ്സായിപ്പോയി. അന്നേരം അപ്പൂസാണ് നമുക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത് കേട്ടോ, രാത്രിയല്ലേ. അന്നേരം അതെല്ലാം കഴിഞ്ഞ് ഞാൻ കൈകൊണ്ട് തന്നെ നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ. നമ്മൾ ഈ സ്പൂണും തവിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, നമ്മുടെ കൈകൊണ്ട് തന്നെ മിക്സാക്കി വെക്കുക. അന്നേരം രാവിലെ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടോ. അന്നേരം രാത്രി ഞാൻ ഇതെല്ലാം കുഴച്ച് വെച്ചു. ഇനിയിപ്പം പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ്. അന്നേരം ഇന്ന് മക്കൾക്ക് സ്കൂൾ തുറക്കുകയാണ്. ഇത്രയും ദിവസം നമുക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ എഴുന്നേറ്റ് എല്ലാം സാവധാനമൊക്കെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ അത് നടക്കത്തില്ല, അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റു അപ്പമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അന്നേരം നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പാലപ്പം ഞാൻ ഉണ്ടാക്കാൻ രാവിലെ നിന്നില്ല, കാരണം ഇന്നലെ ഉച്ച മുതൽ മഴയായിരുന്നു. അപ്പം രാവിലെ എനിക്കറിയാം കുറച്ച് വെട്ടമൊക്കെ വന്ന സമയത്ത് ഞാനൊന്ന് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആരോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അന്നേരം എന്താണ് 65 പ്രാവശ്യം എങ്ങാണ്ട് കേട്ടോ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ്. അന്നേരം അതൊക്കെ നമുക്ക് സ്വാഭാവികമാണല്ലേ, തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. അന്നേരം നമ്മൾ ഇപ്പം വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അന്നേരവും ഞാൻ പറയുന്നുണ്ട്, എപ്പോഴും ഞാൻ പറയുന്നൊരു വാക്കാണ് അന്നേരവും കേട്ടോയും. അത് നമ്മളെ എത്ര പറയല്ലെന്ന് വിചാരിച്ചാലും പറഞ്ഞു പോകും കേട്ടോ. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. അന്നേരം നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, എനിക്ക് മനസ്സിലായി. അത് നേരത്തെ എനിക്ക് ആദ്യ സമയത്തും ഇങ്ങനെ കേട്ടോ എന്നും പറഞ്ഞ് പറയുമ്പോൾ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ട്.
നമ്മളിങ്ങനെ എന്തെങ്കിലും നമുക്കൊരു വേർഡ് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. അന്നേരം അങ്ങനെയാണ് എനിക്ക് ഈ അന്നേരവും കേട്ടോയും എപ്പോഴും വരും കേട്ടോ. അന്നേരം നിങ്ങളൊന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അന്നേരം ആദ്യം മുതലേ ഉള്ള അന്നേരം ഞാനിങ്ങനെ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ലെന്ന് പുതിയതായിട്ട് കേൾക്കുന്നവർക്കാണ് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പം ഞാൻ കഴിവതും പറയാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ സൈഡ് മുഴുവൻ തൂത്തുവാരി കേട്ടോ. അപ്പുറത്തെ സൈഡ് തൂത്തിട്ടില്ല. ഈ വശം മുഴുവൻ തൂത്തിട്ട് അകത്ത് വന്നു. നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ബീഫ് വാങ്ങിച്ചില്ലായിരുന്നോ, അതിൻ്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. അന്നേരം നമ്മൾ ഇങ്ങനെ ചിക്കനും ബീഫും ഒക്കെ അധികം വന്നു കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ കിഴങ്ങ് സവാളയും പച്ചമുളകും എല്ലാം കൂടെ കുക്കറിനകത്തിട്ട് അടിച്ച് മസാലയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ ആ ചിക്കനാണേലും ബീഫാണേലും അതിനകത്തേക്ക് ഇട്ട് എടുക്കും. കടുക് താളിച്ചെടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അങ്ങനെ അതാണ് നമ്മുടെ കറി. അന്നേരം കറിയും റെഡി ആയിട്ടുണ്ട്, അപ്പവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. അന്നേരം ആദ്യത്തെ ചായയൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ചായ വെച്ച് കേട്ടോ. എനിക്ക് ഒരു ദിവസം ഒരു 4-5 പ്രാവശ്യം ചായ കുടിച്ചാലും ഇഷ്ടമാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആഹാരം ഇല്ലെങ്കിലും ചായ മതി കേട്ടോ. അത് ദോഷമാണെന്നറിയാം ശരീരത്തിന്. പക്ഷേ എന്താ ചെയ്യുക, തൂത്തു വാരിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പം പെട്ടെന്നങ്ങ് ക്ഷീണമായി. അന്നേരം പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കേട്ടോ. അങ്ങനെ വേണ്ട അപ്പവും കറിയും ചായയൊക്കെ എടുത്തു. അങ്ങനെ അപ്പൂസിന് കൊണ്ടുപോകാൻ വേണ്ടി അപ്പം എടുക്കുകയാണ് കേട്ടോ. ടിനോപ്പന് രാവിലെ ഞാൻ കുറച്ച് ചോറുണ്ടായിരുന്നു, അതൊക്കെ തിളപ്പിച്ചൂറ്റി ഇന്നലത്തെ കുറച്ച് ബീഫും ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കൊടുത്തു വിട്ടു. അങ്ങനെ അപ്പൂസിന് നമ്മൾ ഉണ്ടാക്കിയാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അവൻ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവനുള്ള അപ്പവും കറിയൊക്കെ പാത്രത്തിലാക്കി. ഇനിയിപ്പം നമ്മൾ ഇന്ന് ഒരു അച്ചാറാണ് ഇടുന്നത് കേട്ടോ. നമ്മുടെ നാരങ്ങയില്ലേ, അത് വെള്ളയ്ക്കാണ് ഇടുന്നത് കേട്ടോ. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നാരങ്ങയൊക്കെ നമ്മുടെ ഈ കറി നാരങ്ങയില്ലേ, അതിൻ്റെ തൊലിയൊക്കെ ചെത്തി നല്ലവണ്ണം അരിഞ്ഞ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യമായതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇപ്പം നിങ്ങൾ നോക്കിയേ, നല്ല ഇരുട്ടാണ്, ഭയങ്കര കാറ്റും മഴയായി കേട്ടോ. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജനൽ തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് കെട്ടുപോകും. ജനൽ തുറന്നിട്ടിട്ടില്ലെങ്കിൽ ഒരു ശകലം പോലും വെട്ടം കാണത്തില്ല കേട്ടോ. അത് നല്ലൊരു ഇരുട്ടാണ്, കറണ്ടും ഇല്ല കേട്ടോ. ഞാൻ ഏതായാലും ഈ അച്ചാർ ഇടാനായിട്ടെല്ലാം എടുത്തതാണ്. ഇപ്പം ലൈറ്റെല്ലാം ഇങ്ങനെ മിന്നുന്ന കണ്ടോ. ഭയങ്കര കാറ്റാണ്. നമ്മുടെ ബാക്ക് വശത്തെ കണ്ടമാണ് കേട്ടോ ഇത്. അന്നേരം എന്തായാലും ഞാൻ ഈ അച്ചാറിടാൻ എടുത്തു. നിങ്ങളന്നേരം വെട്ടമില്ലെങ്കിലും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞ് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ കുപ്പി നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വെള്ളയ്ക്കാണ് ഇത് ഇടുന്നത് കേട്ടോ. ആ എണ്ണയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് ഉലുവായും കടുകൂടെ പൊട്ടിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഉലുവ പൊടി ഇടുന്നില്ല, ഉലുവ അങ്ങ് ആദ്യമേ പൊട്ടിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ നാരങ്ങയ്ക്കകത്തോട്ട് ഉപ്പ് മാത്രമേ പുരട്ടി വെച്ചിട്ടുള്ളൂ. ഒരു ശകലം ഉപ്പേ പുരട്ടി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും പുരട്ടിയിട്ടില്ല. മഞ്ഞൾപ്പൊടി ഒന്നും പുരട്ടി വെച്ചിട്ടില്ല. കാരണം കറണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്തു പെട്ടെന്ന് അങ്ങ് ഇട്ടേക്കാമെന്ന് ഓർത്ത് കേട്ടോ. ഇനിയിപ്പം കറണ്ട് വന്നും പോയൊക്കെ ഇരിക്കുവാണ്. എന്തായാലും ഞാൻ ചീനച്ചട്ടി അടുപ്പേ വെച്ച് വെളിച്ചെണ്ണയല്ല നല്ലെണ്ണ ഒഴിച്ചു. കടുകും ഉലുവായും കൂടെ പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ആദ്യം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലവണ്ണം ഒന്ന് വാടി വരുമ്പോഴത്തേന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില ആദ്യം ഒന്ന് ഇട്ട് കൊടുത്താണ്, അപ്പോൾ ഒന്ന് പൊട്ടിയതാണ് കേട്ടോ. പൊട്ടി തെറിച്ചപ്പോഴത്തേന് നമ്മൾ എന്തായാലും ചൂടെണ്ണയ്ക്കകത്തോട്ട് കറിവേപ്പില കഴുകുമല്ലോ, കഴുകിയിട്ടിടുമ്പം വെള്ളമയം ഉള്ളതുകൊണ്ട് പൊട്ടും. അന്നേരം ഞാൻ പുറമോട്ടൊന്ന് മാറിയതാണ്. നല്ല കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. എനിക്ക് കാറ്റ് ഭയങ്കര പേടിയാണ് കേട്ടോ. ചെറുതായിട്ടേ മഴ ചാർന്നുള്ളൂ, ഒരു ഇരുട്ടായി കേട്ടോ. അന്നേരം രാവിലെ തന്നെ ഞാൻ ഇപ്പുറത്തെ വശം എല്ലാം തൂത്തുവാരി ഇട്ടുകൊണ്ട് ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഞാൻ അപ്പുറത്തെ വശമൊക്കെ ജോലി കഴിഞ്ഞ് തൂക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഇന്നിനിയും വൈകുന്നേരത്തെ തൂപ്പ് നടക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ ഇന്നലെ തേങ്ങ ഇട്ടുകൊണ്ട് അവിടെ തന്നെ കിടക്കുവാണ് അതിൻ്റെ ചൂട്ടും മടലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കേട്ടോ. അന്നേരം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ നല്ലവണ്ണം വാടി വന്നപ്പം പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് കൂടെ വാടി വന്നപ്പം നമ്മൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മുളക് പൊടി ഇടുന്നില്ല, മഞ്ഞയ്ക്കാണ് നമ്മൾ ഈ
വെള്ളയ്ക്കാണ് ഈ അച്ചാർ ഇടുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ കറി നാരങ്ങ വെള്ളക്കിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനീഗറാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അന്നേരം ഈ കറി നാരങ്ങയ്ക്കകത്ത് വലിയ പുളിയില്ല കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വിനീഗർ വേണ്ടവർക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ചിലവർ ഈ നാരങ്ങയ്ക്കകത്തും മാങ്ങയ്ക്കകത്തും ഒന്നും വിനീഗർ ഒഴിച്ച് കൊടുക്കത്തില്ല. പക്ഷേ ഞാൻ ഒഴിച്ച് കൊടുക്കും കേട്ടോ. കുറച്ച് നാളൊക്കെ നമുക്ക് കേടുകൂടാതൊക്കെ ഇരിക്കണമെങ്കിൽ വിനീഗർ ഒഴിച്ച് തന്നെ കൊടുക്കണം. അന്നേരം ഞാൻ ആദ്യം ആ കായക്കട്ട അവിടെ ഇരുന്നില്ല, അതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് കായത്തിൻ്റെ കുറവ് കണ്ടപ്പം കുറച്ച് പൊടിക്കായ ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ നാരങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വിനീഗർ ചേർത്ത് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി നാരങ്ങ വെള്ളക്കിട്ടത് റെഡിയാവും. അന്നേരം ഞാനൊന്ന് മിക്സ് ചെയ്തുകൂടെ കൊടുത്തു കേട്ടോ. ഉപ്പ് കുറച്ചുകൂടെ കുറവുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തിട്ടാണ്. ഇനിയിപ്പം നമ്മൾ വിനീഗർ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തു. ഒരുപാടൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, ഒരു 3-4 അടപ്പ് മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതുകൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ഈ അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് കായത്തിൻ്റെ ആ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം കേട്ടോ. അത് എത്ര കായപ്പൊടി ഇട്ടാലും എനിക്ക് മതിയാകത്തില്ല. അന്നേരം ഇത്രയൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഞാനൊരു കഷ്ണം കായം നമ്മൾ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും അല്ല കളർ കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളറായിരുന്നു. നമ്മുടെ ഇരുട്ട് കൊണ്ടാണ് കാണാൻ പറ്റാഞ്ഞത്. പിന്നെ ഞാൻ അത് ഇട്ട് കഴിഞ്ഞ് മഴയൊന്ന് തോർന്നപ്പോഴത്തേന് ഇപ്പുറത്തെ വശത്തോട്ട് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഒരു എന്ത് മരമാണെന്നും എനിക്കറിയത്തില്ല, ഇന്നലെ തേങ്ങ ഇട്ട കൂട്ടത്തിൽ അതൊക്കെ വെട്ടി താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് പണിയാണ്. അന്നേരം തെണ്ട് കണ്ടോ, മുറ്റം കിടക്കുന്ന കിടപ്പ് കണ്ടോ, അതെല്ലാം ഞാനൊന്ന് നല്ല നനഞ്ഞ് കിടക്കുകയാണ്. എന്നാലും സാരമില്ല, നമ്മുടെ ഈ നടവാതിലല്ലേ, മുറ്റം ഇങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ അയയോടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ തെങ്ങയിലാണ് അയ കെട്ടിയിരുന്നത്. അന്നേരം അതുകൂടെ പൊട്ടിച്ചിട്ടാണ് ആ തെങ്ങയിലോട്ട് കയറുന്നത്. പിന്നെ അത് കെട്ടും കേട്ടോ. അങ്ങനെ ഞാൻ വേണ്ട മുറ്റമെല്ലാം അടിച്ചൊന്ന് കൂട്ടുവാണ്. മഴ ഇപ്പം പെയ്യത്തില്ലെന്നും പറഞ്ഞ് ഒന്ന് മാറി നിന്ന സമയത്താണ് ഞാൻ ഓടി വന്ന് ഒന്ന് വൃത്തിയാക്കുന്നത്. അന്നേരം നമ്മുടെ അവിടെ നിൽക്കുന്ന തെങ്ങിന് ഇട്ടുകൊണ്ടാണ് ഈ മുറ്റത്തെല്ലാം ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചെറിയലും ബായ്ക്ക് വശത്തും ഒക്കെയാണ് കൂടുതലും തെങ്ങുകളുള്ളത്. ഈ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങില ഇടുമ്പോൾ നമുക്ക് ഈ മുറ്റത്ത് നല്ല പണിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. നമ്മുടെ ബായ്ക്ക് വശം മുഴുവൻ വാരി വരിച്ചെല്ലാം ഇട്ടിരിക്കുകയാണ് കേട്ടോ. ചൂട്ടെല്ലാം വെട്ടിയിട്ടിരിക്കുകയാണ്. അതോടൊക്കെ ഞാനൊന്ന് ഒതുക്കി വെച്ചു. അപ്പോഴത്തേക്ക് പിന്നെ മഴ ചാറാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയിൽ തന്നെ വന്നു. അന്നേരം നമ്മുടെ നാരങ്ങ അച്ചാർ ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറച്ച് അയല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വെട്ടിയെടുത്ത് ഒന്ന് വറക്കാനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കറി വെക്കാനായിട്ടും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം കറി വെക്കുന്നതൊന്നും ഞാൻ ഇന്ന് കാണിക്കുന്നില്ല. അന്നേരം ഈ വറക്കാനായിട്ട് നമ്മൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ വാങ്ങിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കറി വെക്കാനായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം അതെല്ലാം ഒന്ന് പുരട്ടി വെച്ചു. അന്നേരം ഉച്ചയായതേ ഉള്ളൂ കേട്ടോ. ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങിയത് മഴയൊന്ന് തോർന്ന് നിന്നുകൊണ്ടാണ് ഓടിപ്പോയി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടത് കേട്ടോ. അന്നേരം ഇനിയിപ്പം നമുക്ക് ഈ മീനൂടെ അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ വറക്കാനായിട്ട് ഞാൻ പോവാണ് കേട്ടോ. അന്നേരം ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അന്നേരം എൻ്റെ വീഡിയോ കാണാൻ കുറേ കൂട്ടുകാരുണ്ട് ഇഷ്ടമുള്ളത്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെയൊക്കെ കമൻറ്റുകളാണ് എൻ്റെ ഊർജ്ജം. അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ നിർത്തിയാണ്. എൻ്റെ കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.